MRZ തൊപ്പി. ഈ ഗെയിമിംഗ് ചാനൽ അറിയാത്ത യൂത്ത് കുറവായിരിക്കും. അല്ലെങ്കിൽ ഗെയിമിംഗ് ചാനലിനെ പറ്റി അറിയില്ലെങ്കിലും തൊപ്പി എന്ന പേര് കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. പലരും വിചാരിച്ചിരിക്കുന്നത് തൊപ്പി പെട്ടെന്ന് തന്നെ ഉയർന്നു വന്ന ഒരു ഗെയിമർ ആണെന്നാണ്. പക്ഷേ തൊപ്പി ആദ്യമായി ചാനൽ തുടങ്ങുന്നത് 2020-ലാണ്. ചാനൽ പോപ്പുലർ ആവുന്നത് 2022-ലും. 2023 ആയപ്പോഴേക്കും ഏകദേശം 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സും 7 ലക്ഷത്തിലധികം വരുമാനവും തൊപ്പി നേടിയെടുക്കാൻ തുടങ്ങി. പബ്ജി എന്ന മൊബൈൽ ഗെയിം കളിച്ച് കണ്ണൂരുകാരനായ തൊപ്പി എന്ന നിഹാദിനെ പറ്റിയാണ് ഈ വീഡിയോ. കണ്ണൂരിൽ വീട്ടിലെ ബെഡ്റൂമിലിരുന്ന് തൊപ്പി നേടിയതെല്ലാം നേരെ ചൊവ്വയായിട്ടല്ല, മറിച്ച് തൻ്റെ ക്യാരക്ടർ, തെറി പറയുന്ന, അതുപോലെ ഓവറായി തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുത്താണ് തൊപ്പി ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഇടക്ക് നമുക്ക് വൾഗറായി എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്കും പോകും. MRZ എന്ന് പറയുന്നത് തൊപ്പിയും കൂടെയുള്ളവരും കൂടി ഗെയിമിംഗ് ലോകത്ത് സൃഷ്ടിച്ചെടുത്ത ഒരു ഗ്യാങ് ആണ്. തൻ്റെ തുടക്കകാലത്ത് വീട് വിട്ടിറങ്ങാത്ത തൊപ്പി ഗെയിമിങ്ങിന് വേണ്ടിയോ ജീവിത ചെലവിന് വേണ്ടിയോ മോഷണം നടത്തിയിരുന്നതായി തൊപ്പി തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. തൻ്റെ പേരിൽ ഒന്നിൽ കൂടുതൽ കേസുള്ളതായി തൊപ്പി ആ വീഡിയോയിൽ വിശദമാക്കുന്നു. 2020-ൽ തുടങ്ങിയ ചാനൽ 2022-ൽ ചാനൽ പച്ച പിടിച്ചതോടെ ഇൻ്റർവ്യൂസിനെല്ലാം തൊപ്പിയുടെ സാന്നിധ്യം കണ്ടു തുടങ്ങി. തൊപ്പി വൈറലാവാനുള്ള മെയിൻ കാരണം തൊപ്പി ഓൺലൈനിൽ വന്ന് കാണിച്ച ക്യാരക്ടർ തന്നെയാണ്. ഒരു വീഡിയോയിൽ തൻ്റെ അണ്ടർവെയറിൽ എരിവുള്ള ചിപ്സ് ഇടുന്നതായും അതുപോലെ തന്നെ ഗെയിമിൽ തോറ്റതിന് തൻ്റെ ഗെയിമിംഗ് ഗിയർ തല്ലിപ്പൊട്ടിക്കുന്നു, തെറി പറയുന്നു, ഇതെല്ലാം തൊപ്പിയുടെ കണ്ടന്റിൽ സ്ഥിരമായിരുന്നു. ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഇംഗ്ലീഷ് സ്ട്രീമറായ ഐഷോ സ്പീഡിനെ കണ്ട് ഇൻസ്പയറായി ചെയ്തതാണ് എന്ന് പിന്നീട് തൊപ്പിക്ക് പറയുകയുണ്ടായി. പക്ഷേ ഇതെല്ലാം കൊണ്ടും ചാനലിന് നല്ലതേ വന്നിട്ടുള്ളൂ. 2023 ആയപ്പോഴേക്കും ഏകദേശം എല്ലാ വീഡിയോസിനും 80,000 മുതൽ 1 ലക്ഷം വരെ വ്യൂസ് മിനിമം കിട്ടാൻ തുടങ്ങിയിരുന്നു. തൊപ്പിയുടെ കൂടുതൽ ആരാധകരും ഈ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. അവരുടെ മുന്നിൽ തെറി പറയലും വൾഗാരിറ്റിയും കാണിക്കുന്നതുകൊണ്ട് പല പാരൻസും തൊപ്പിയെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലർ ഈ കാരണം കൊണ്ട് തന്നെ കേസും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തൊപ്പിയെ എഫക്റ്റ് ചെയ്യാതിരുന്നില്ല. ഒരു വീഡിയോയിൽ വളരെ ഇമോഷണലായി തൊപ്പി ഇത് കാരണം പ്രതികരിച്ചിരുന്നു. തൻ്റെ കുടുംബത്തിന് പോലും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും താൻ ഡിപ്രഷനിലാണെന്നും തൊപ്പി വീഡിയോസിൽ പറഞ്ഞതായി കാണാം. ഇത് കാരണം കൊണ്ട് തന്നെ തൊപ്പി എന്ന വൾഗർ ക്യാരക്ടർ ഇനി ഉണ്ടാവില്ലെന്നും തൻ്റെ തന്നെ ഒറിജിനൽ പേഴ്സണാലിറ്റി മാത്രമേ ഇനി ഉണ്ടാവൂ എന്ന് നിഹാദ് എന്നു പേരുള്ള തൊപ്പി വെളിപ്പെടുത്തി. ഇതിനെ തുടർന്ന് യൂട്യൂബിൽ തൊപ്പിയുടെ വീഡിയോ കൺസിസ്റ്റൻസി കുറഞ്ഞു വന്നു. ഇപ്പോൾ നിഹാദ് എന്ന ക്യാരക്ടറാണുള്ളത്. നിഹാദ് ഇപ്പോൾ പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലും നിഹാദ് സജീവമാണ്. നല്ല ഏർണിങ്സും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്.